പ്രിയപ്പെട്ടവരെ, ഇന്നും നല്ലൊരു ദിനത്തോടു കൂടി നമുക്ക് തുടങ്ങാം. നാം ഓരോരുത്തരും ഉയർത്തി കാട്ടാൻ വേണ്ടി, മെച്ചപ്പെട്ട ജീവിത രീതി നിലനിർത്താൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇതൊക്കെ എന്ത് ചെയ്താലും ഇങ്ങനതൊക്കെയാണ്, എൻ്റെ ലൈഫ് ഇതാണ് എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം ആൾക്കാരുമുണ്ട്. ജീവിതത്തിലെ പരാജയം എന്നത് നമ്മുടെ ഇന്നർ മൈൻഡിൽ നാം പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെയാണ്. നമുക്ക് വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ ഉറച്ച തീരുമാനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. പ്രതീക്ഷകൾ നല്ലതാണ്, പക്ഷേ ആ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ചിന്താഗതികൾ നമ്മളിൽ ഉണ്ടാവണം. ജീവിതത്തിനോട് ഒരു ഒടുങ്ങാത്ത ആശയുണ്ടാവണം. നമുക്ക് യാത്രകൾ ചെയ്യേണ്ടത് മുന്നോട്ടാണ്, പുറകോട്ടല്ല. ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും പറയുന്നതാണ്, പ്രതിസന്ധികൾ എല്ലാവർക്കും വരാം, എല്ലാവർക്കും വിജയം നല്ലതാണ്. ജീവിതത്തിൽ എല്ലാവർക്കും വിജയം കൈവരിക്കാൻ പറ്റുകയില്ല. എന്നാൽ എല്ലാവരും വിജയം കൈവരിച്ചാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതേപോലെ തന്നെയാണ്. പ്രകൃതിയുടെ ഒരു വിരോധാഭാസമാണ്. കുറച്ചു പേര് വിജയിക്കുന്നു, കുറച്ചു പേര് പരാജയപ്പെടുന്നു, കുറച്ചു പേര് ജീവിതത്തിൽ മുന്നേറുന്നു, കുറച്ചു പേര് ഒക്കെ മതിയാക്കി ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോകുന്നു. പക്ഷെ നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ക്രിസ്ത്യൻ വിശ്വാസത്തിൽ പറയുന്നുണ്ട്, പക്ഷികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അല്ലേ? അവർ വീട് വെക്കുന്നില്ല, സിമൻറ്റ് വാങ്ങിക്കുന്നില്ല, പെയിൻ്റ് അടിക്കുന്നില്ല. പക്ഷെ എത്ര മനോഹരമായിട്ടാണ് അവരെ ജീവിത രീതികൾ പോകുന്നത്. പ്രകൃതിക്കതീതമായിട്ടാണ് അവരുടെ ഓരോ ദിനചര്യകളും. ഈ പ്രകൃതി എന്ന് പറയുന്ന വലിയൊരു പ്രതിഭാസം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ വലിയ വലിയ തത്വങ്ങളാണ്. ജീവിതത്തിൽ ഉയർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്നും വിജയിക്കാൻ പറ്റും. അശുഭ ചിന്തകൾ വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനും, ശുഭചിന്തകൾ കൊണ്ട് വിജയത്തെ നേരിടാനും, വിജയത്തിൽ ഉടനീളം ഉറച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും മനസ്സുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കർമ്മം കൊണ്ട് ഒക്കെ നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന ജീവിതം എന്താണോ, എന്ത് പ്രതിസന്ധികളും ആവട്ടെ, അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് ജീവിതത്തിനെ മുറുകെ പിടിച്ച് എനിക്കും ജീവിക്കണം, ഈ പ്രകൃതിയിലെ പറവകളെപ്പോലെ, മറ്റ് ജീവജാലങ്ങളെപ്പോലെ, ഈ നദിയിലെ മത്സ്യങ്ങളെപ്പോലെ. കാരണം നമ്മൾ ഓരോ മീനിനെയും വളരെ കൃത്യമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ജലാശയത്തിൽ എത്ര തിമിർത്താണ് അവർ ജീവിക്കുന്നത്. ഒരു മുക്കുവൻ്റെ അല്ലെങ്കിൽ ഒരു ചൂണ്ടക്കാരൻ്റെ, ഒരു മീൻപിടുത്തക്കാരൻ്റെ വലയിൽ കുടുങ്ങുന്നത് വരെ അതിൻ്റെ ജീവിതം ആസ്വാദനാണ്. അതിനും മനസ്സിലാവുന്നുണ്ടാവില്ലേ? നമ്മൾ ഫുള്ള് മനുഷ്യർ അതിനെ പിടിച്ച് തിന്ന് കറി വയ്ക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പം നാമാണെങ്കിൽ ഇങ്ങനെ ഒരു രോഗം വന്നാൽ, അല്ല ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതിനെ ഓർത്ത് തലോടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. പക്ഷേ പ്രകൃതിയിൽ നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ പറവകളും മറ്റ് ജീവജാലങ്ങളും ഈ മത്സ്യങ്ങളുമൊക്കെ. ഉള്ള ജീവിതം ആരോഗ്യപരമായി നന്നായിട്ട് ആസ്വദിച്ച് ജീവിക്കാം. ബാക്കിയൊക്കെ വരുന്നിടത്ത് കാണുക. ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ നല്ലത് തന്നെ എല്ലാവർക്കും സംഭവിക്കട്ടെ. മൈൻഡ് പവർ ഓഫ് മലബാറീസ്. താങ്ക് യു.